ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമായാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് പുറത്ത് എത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി എന്നാണ് റിപ്പോർട്ട്. ശനിദോഷം അകറ്റാൻ എന്ന പേരിൽ ചില ഭാഗങ്ങൾ പലർക്കായി വിറ്റു. ദ്വാരപാലക ശില്പം കൊടുത്തുവിട്ടതിലും ഗുരുതര വീഴ്ചയുണ്ടായി. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടേണ്ട എന്ന 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തി. ദ്വാരപാലകരുടെയും കട്ടിളയുടെയും ആകെ 28 സ്വർണ്ണപ്പാളികളാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എന്ന കണക്കും റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റാവുത്തറാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. നമ്മൾ അത് ഓരോന്നായി പരിശോധിക്കുകയാണ്. ഷഫീദ്, ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി എന്താണ് സംഭവിച്ചത് ഈ പാളിക്ക് എന്നുള്ള ചോദ്യമായിരുന്നു. 2 പാളികളും വ്യത്യസ്തമാണ്. അതിന്റെ ചിത്രങ്ങളൊക്കെ ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് പരിശോധിച്ചു കഴിഞ്ഞതാണ്. അവിടെ നിന്ന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നത് എന്നതും അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതും ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കുറച്ച് വിവരങ്ങളാണെന്ന് പുറത്തു വന്നത്. ഉരുക്കി വിറ്റിരിക്കുകയാണ്. അതിൽ തന്നെ കുറച്ച് ഭാഗങ്ങൾ പലർക്ക് കൊടുത്തു, മറ്റത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട്. അതിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കെന്ത്? അങ്ങനെ നമുക്കിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, നമ്മുടെ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ സീരീസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നൊരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ നമുക്ക് കണക്കാക്കാം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ സമ്പൂർണ്ണ രൂപം അതിന്ന് ഹൈക്കോടതിയിൽ എത്തിയ ദിവസമാണ്. അതിലെ വിവരങ്ങൾ നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി മാറി. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിൽ അത് എന്തുമാത്രം പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അത് ഉരുക്കി വിറ്റു എന്നുള്ളതാണ് വിജിലൻസിന്റെ സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. ആ ഉരുക്കിയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയപ്പെടുന്ന ചെന്നൈയിലെ കമ്പനിയുമായി ചേർന്നാണ് ഈ തട്ടിപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസ് എങ്ങനെ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ കണക്കുകൾ സഹിതം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതാകട്ടെ, ഈ 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ദേവസ്വം ജീവനക്കാർ തന്നെ തിരുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ല എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. എന്നാൽ ഈ ഉത്തരവ് തിരുത്തിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് എന്നുള്ള കാര്യം പേര് സഹിതം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളി അത് 2019 കൊടുത്തുവിടുന്നതിലടക്കം വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ്. 2019 ജൂലൈ 19, 20 തീയതികളിലായി ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ളതാണ് ശബരിമലയിലെ മഹസർ രേഖ വ്യക്തമാക്കുന്ന കാര്യം. എന്നാൽ ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ്. അവരുടെ പേരുകൾ അനന്തസുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവരാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആ രജിസ്റ്ററിലടക്കം ഒപ്പിട്ടത് ഇവരാണ് എന്നുള്ള കാര്യവും കണ്ടെത്തിയിരിക്കുന്നു. അതോടുകൂടി ഫോർജറി, കൃത്രിമ രേഖ എന്നുള്ള കാര്യം കൂടി ഇതിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണങ്ങൾ എത്ര, അവ എങ്ങനെ കൊണ്ടുപോയി നടക്കമുള്ള കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് ഇന്ന് കണക്കുകൾ നിരത്തിയിട്ടുണ്ട്. അതായത് നവീകരണത്തിനായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് 7 പാളി കട്ടളയും 21 പാളി ദ്വാരപാലകരെയുമാണ്. ആകെ ഉണ്ടായിരുന്ന സ്വർണം 989 ഗ്രാം. ദ്വാരപാലകരിൽ 394 ഗ്രാം സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു. 106 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ സർവീസ് ചാർജായി എടുത്തു. 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചുവെന്നും 7 പാളി കട്ടളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയത് മറ്റൊരു സ്പോൺസറെ ഉപയോഗിച്ചാണ് എന്നുള്ള കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണത്തിന്റെ അളവെന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ കരിക്കട്ട പോലും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ ഏൽക്കുന്ന മുറിവാണ്. അങ്ങനെ വിശ്വാസികൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ കണ്ടെത്തലായി പുറത്തു വന്നിരിക്കുന്നത്. അനുജ, ഇതിൽ ഒരു കാര്യം സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കാണ്. അതിനെക്കുറിച്ച് ഇന്നിപ്പോൾ കോടതി തന്നെ ചില പരാമർശം നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന കാര്യം എത്ര ഗ്രാമാണ് തങ്ങൾ പണിക്കൂലിയായി വാങ്ങിച്ചത് എന്നതൊക്കെയാണ്. അപ്പോൾ അതിലെല്ലാം ദുരൂഹതയുണ്ട്. അത് ലക്ഷക്കണക്കിന് രൂപയുടേതാണ് നമ്മൾ രൂപയുടെ മൂല്യവുമായി കണക്കാക്കുമ്പോൾ. അതെന്തിനാണ് അവരങ്ങനെ ചെയ്തത് എന്നുള്ള സംശയമുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ചെമ്പ് ഞങ്ങൾ സ്വർണം പൂശുകയാണ്, അല്ലാതെ ഓൾറെഡി സ്വർണം പൂശിയിട്ടുള്ളതിൽ നമ്മൾ ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെമ്പ് തന്നെയാണ് അവിടെ എത്തിയത് എന്ന് അതോടെ നമ്മൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു. പക്ഷേ അവിടെയും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപാടുകളും അത്ര സുതാര്യമായിട്ടല്ല എന്നുള്ളതും ഇന്നിപ്പോൾ അത് കുറച്ചുകൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്, അല്ലേ?
അനുജ, ഉറപ്പായിട്ടും. കാരണം ഇന്നലെയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയത്. നേരത്തെ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾ സ്വർണം പൂശിയതോ പൊതിഞ്ഞതോ ആയ കാര്യങ്ങളിൽ വീണ്ടും റീവർക്ക് ചെയ്യാറില്ല, പകരം ഫ്രഷ് ചെമ്പുപാളികളിലാണ് തങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ഇവരടക്കം പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ ഇന്നലെ വിജിലൻസിന് കൊടുത്തിരിക്കുന്ന മൊഴിയടക്കം നിർണായകമായി. കാരണം ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലടക്കം ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് ദേവസ്വം ബോർഡ് രേഖകൾ സഹിതം സ്ഥിരീകരിക്കുന്നുണ്ട്. അയാൾ ദേവസ്വം വിജിലൻസിന് കൊടുത്ത മൊഴി ഇങ്ങനെയാണ്: സ്വർണ്ണപ്പാളി നശിപ്പിച്ചു, 1 കിലോ സ്വർണം ലഭിച്ചു, 420 ഗ്രാം പോറ്റിക്ക് കൊടുത്തു, 320 ഗ്രാം പണിക്കൂലിയായി എടുത്തു, ബാക്കി പുതിയ ചെമ്പുപാളിയിൽ പൂശി. ഇതാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഈ മൊഴി പൂർണ്ണമായി വിട്ടുപോയിട്ട് പകുതി പോലും ദേവസ്വം വിജിലൻസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം അത് ആ രീതിയിൽ തെളിയിക്കാൻ കഴിയുന്ന രേഖകളില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ SITയുടെ ശാസ്ത്രീയ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമായി വരും. ഏതായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു അഴിമതി കൂടി പുറത്തു വന്നൊരു ദിവസം കൂടിയാണിത്. സ്വർണ്ണപ്പാളിക്കപ്പുറത്തേക്ക് ശബരിമലയിൽ 1.5 കോടി രൂപ മുടക്കിയ പാത്രങ്ങൾ വാങ്ങിയ രേഖ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പാത്രം വാങ്ങി എന്ന് ഉറപ്പിക്കാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ മറ്റൊരു അഴിമതി കൂടി ഇന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാക്കാം: SITയുടെ അന്വേഷണത്തിൽ സ്വർണ്ണപ്പാളി, തങ്കവാതിൽ അതടക്കം ശബരിമലയിൽ ഇക്കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ നടന്ന മുഴുവൻ കാര്യങ്ങളിലും SIT പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഉണ്ടാകും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.